രാഹുൽ മാങ്കൂട്ടത്തിന് സുരക്ഷാ കവചം തീർക്കുമെന്ന് പാലക്കാട്ടെ കോൺഗ്രസ് കൗൺസിലർ. പാലക്കാട് നഗരസഭ കോൺഗ്രസ് കൗൺസിലറായ മൻസൂർ മണലാഞ്ചേരിയാണ് രാഹുലിനെ പിന്തുണച്ച് രംഗത്തെത്തിയത്. നേതാക്കൾക്കെതിരെയും ഇയാൾ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. രാഹുലിനെ ആക്രമിക്കുന്നത് പാർട്ടിയെ തളർത്തുമെന്ന് മൻസൂർ പറയുന്നു. വിവരങ്ങളുമായി സച്ചിൻ പാലക്കാട് എന്നോടൊപ്പം ചേരുകയാണ്. സച്ചിൻ, ഈ പാലക്കാട്ടെ കോൺഗ്രസ് കൗൺസിലർ, അദ്ദേഹത്തിന്റെ പേര് മൻസൂർ മണലാഞ്ചേരി അല്ലേ? മൻസൂർ മണലാഞ്ചേരിയുടെ ഈ പ്രതികരണത്തിൽ എനിക്ക് അത്ഭുതമൊന്നും തോന്നുന്നില്ല. പല കോൺഗ്രസ് നേതാക്കളുടെയും മനസ്സ് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ തുറന്നു പറഞ്ഞത്. രാഹുലിനെതിരെ നടപടിയെടുത്തതൊന്നും അവർ അത്രയധികം താല്പര്യത്തോടെ എടുത്തതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ പരസ്യമായി മൻസൂർ മണലാഞ്ചേരി പറയുന്നത് എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാവിധ സംരക്ഷണവും നൽകുമെന്നാണോ? മനു, അതുതന്നെയാണ്. കാരണം ഷാഫി പറമ്പിൽ എംപിയുടെ അടുത്ത അനുയായിയാണ് മൻസൂർ മണലാഞ്ചേരി. പാലക്കാട് നഗരസഭാ കൗൺസിലർ കൂടിയാണ് മൻസൂർ. നിലവിൽ മൻസൂർ ഫേസ്ബുക്കിലൂടെയാണ് ഇത്തരത്തിലൊരു പ്രതികരണം പരസ്യമായി നടത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിലെത്തിയാൽ പാലക്കാട്ടെ കോൺഗ്രസ് അനുഭാവികളും അതേപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരും രാഹുലിന് സംരക്ഷണം ഒരുക്കുമെന്ന കാര്യമാണ് മൻസൂർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നേതാക്കൾക്കെതിരെ രൂക്ഷമായ വിമർശനവും പോസ്റ്റിൽ പറയുന്നുണ്ട്. പ്രധാനമായും ഷാഫി പറമ്പിൽ പക്ഷക്കാരനായ മൻസൂർ വി.ഡി. സതീശൻ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെയാണ് പരോക്ഷമായ വിമർശനം ഫേസ്ബുക്കിലൂടെ നടത്തിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത്, നേതാക്കൾ ഓർത്താൽ നല്ലത്, നേതാക്കന്മാർ കൈമലർത്തിയാലും പാലക്കാട്ടെ കോൺഗ്രസുകാർ രാഹുലിന് സംരക്ഷണം ഒരുക്കുമെന്ന കാര്യം തന്നെയാണ് മൻസൂർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ നേതാക്കളുടെ നിലപാട് കോൺഗ്രസിനെ തളർത്തുകയാണ്, വളർത്തുകയല്ല ചെയ്യുക എന്നും മൻസൂർ വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ നിന്നും കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്, ഷാഫി പറമ്പിൽ അനുകൂലികൾ വി.ഡി. സതീശനെതിരെ സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് മൻസൂറിന്റെ ഇത്തരത്തിലൊരു നീക്കമെന്നാണ് തോന്നുന്നത്. കാരണം ഇന്ന് രാവിലെ കൈരളി ന്യൂസ് അടക്കം പുറത്തുവിട്ടിട്ടുണ്ട്. സ്പീക്കർക്ക് വി.ഡി. സതീശൻ രാഹുലിനെ മാറ്റി നിർത്താനുള്ള സീറ്റ് മാറ്റി മറ്റൊരു ബ്ലോക്കിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശം നൽകിയതായി സൂചന ലഭിച്ചതായി വാർത്ത പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് മൻസൂറിന്റെ പോസ്റ്റ് എന്നതും ഏറെ രാഷ്ട്രീയ ചർച്ചയായിരിക്കുകയാണ്. അതിനാൽ തന്നെ വരും ദിവസങ്ങളിലും ഇത് വലിയ രീതിയിൽ ചർച്ചയാകുമെന്ന് പരാമർശം കേൾക്കുമ്പോൾ സച്ചിന് ഏതെങ്കിലും തരത്തിൽ അത്ഭുതം തോന്നുന്നുണ്ടോ? മനു പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, കോൺഗ്രസുകാർ രാഹുലിന് സംരക്ഷണം ഒരുക്കും. അത് പ്രധാനമായും ഷാഫി പറമ്പലിന്റെ നേതൃത്വത്തിലുള്ള ഷാഫി അനുകൂലികൾ മാത്രമാണ് ഇത്തരത്തിലൊരു വിമർശനം. സച്ചിൻ, ഇത്രയും ദിവസം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം പരസ്യമായി കോൺഗ്രസിന്റെ നഗരസഭാ കൗൺസിലർ മൻസൂർ മണലാഞ്ചേരി ഫേസ്ബുക്കിലൂടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇത്രയും ദിവസം കണ്ടില്ലേ, കോൺഗ്രസ് അയാൾക്ക് സംരക്ഷണ കവചം ഒരുക്കുകയല്ലേ ചെയ്തത്. സസ്പെൻഡ് ചെയ്തു, അല്ലെങ്കിൽ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, സ്പീക്കർക്ക് കത്ത് നൽകി എന്നൊക്കെ പറയുന്നത് സാങ്കേതികപരമായ നടപടിക്രമം മാത്രമാണ്. MLA സ്ഥാനത്തുനിന്ന് മാറ്റി നിർത്താൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? കോൺഗ്രസ് രഹസ്യമായി ചെയ്യുന്നത് മൻസൂർ മണലാഞ്ചേരി എന്ന് പറയുന്ന അവരുടെ കൗൺസിലർ പരസ്യമായി പറഞ്ഞു, അത്രമാത്രം. അത് തന്നെയാണ് മനു വ്യക്തമാവുന്നത്. കാരണം എത്ര കാലത്തേക്കാണ് സസ്പെൻഡ് ചെയ്തത്, മറ്റ് വിശദാംശങ്ങളൊന്നും കോൺഗ്രസ് ഇതുവരെ പുറത്തുവിടാൻ വേണ്ടി തയ്യാറായിട്ടില്ല. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനോട് ചോദിക്കുമ്പോൾ അത് KPCC പ്രസിഡന്റ് പറയും എന്ന് പറയും. പക്ഷേ KPCC പ്രസിഡന്റ് എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ വലിയ വിമർശനങ്ങളും പല കോണുകളിൽ നിന്നും മുതിർന്ന നേതാക്കളിൽ നിന്നൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ട്. മനു പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസ് ഒരു കണ്ണിൽ പൊട്ടിയിടുന്ന രീതിയിലുള്ള ഒരു നടപടി മാത്രമാണ് രാഹുലിനെതിരെ എടുത്തിട്ടുള്ളത് എന്ന് പരസ്യമായ ഒരു രഹസ്യം തന്നെയാണ്. കാരണം ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം മാത്രമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അത് സാഹിത്യകാരൻ ബെന്യാമിൻ അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ കൈരളി ന്യൂസിനോടടക്കം പറഞ്ഞതാണ്. അതിനാൽ തന്നെ ഈ മൻസൂറിന്റെ പോസ്റ്റും മനു പറഞ്ഞതുപോലെ തന്നെ അത്തരത്തിൽ കോൺഗ്രസിനുള്ളിലെ രഹസ്യം പരസ്യമായി പങ്കുവെച്ചു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മനു.